ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും 500 രൂപയുടെ അടിപൊളി ഹോപ്പപ്പ് ബോട്ട് ബഡ്ജറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ നെക്ക് ബാൻഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ സ്പെസിഫിക്കേഷൻസുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെയാണ് കാണുന്നതെങ്കിൽ താഴെ പോയി ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ്, വോൾട്ടിൻ്റെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ്, ഹോപ്പപ്പ് വോൾട്ട് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇവിടെ സൈഡിൽ കാണാം ഹോപ്പപ്പ് വോൾട്ട് എന്നുള്ളത്. ഇത് അടിപൊളി കമ്പനി തന്നെയാണ്. സൈഡിൽ നമുക്ക് കാണാം ബ്ലൂടൂത്ത് വേർഷൻ 5.1, അതുപോലെ തന്നെ 30 മണിക്കൂറിൻ്റെ പ്ലേ ടൈം ഉണ്ട്. അതുപോലെ 2 ഡിവൈസ്, അതുപോലെ ഡുവൽ പെയറിങ് ആണ്. അതുപോലെ തന്നെ അടിപൊളി ഹൈ ബാസ് എന്ന് തന്നെ പറയാം. ബാക്ക് സൈഡിൽ നമുക്ക് കാണാം ഒരു വോൾട്ട് നെക്ക് ബാൻഡും അതുപോലെ തന്നെ 2 എക്സ്ട്രാ ഇയർ ടിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളുണ്ട്, ഒരു യൂസ് മാനുവൽ. പ്രൊഡക്റ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് 3 മാസത്തെ വാറൻറ്റി അവർ തരുന്നുണ്ട്. ഇവിടെ പ്ലേ ടൈം 30 മണിക്കൂറുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 250 മണിക്കൂർ വരെ നിൽക്കുമെന്നാണ്. അപ്പോൾ ബാറ്ററി സൈസ് 200 mAh ആണ്. സ്പീക്കറിൻ്റെ സൈസ് 8 mm. നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ അകത്തൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു നെക്ക് ബാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂസർ മാനുവലുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 2 ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്, പോയാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട്. കണ്ടോളൂ. അതുപോലെ തന്നെ ഹോപ്പപ്പിൻ്റെ ഒരു സൈഡിലായിട്ടൊരു വാറൻറ്റി കാർഡും 3 മാസത്തെയും. പിന്നെ അടുത്ത് ചാർജിങ് കേബിളാണുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം മാഗ്നറ്റാണ് ഇതിൻ്റെ. ഇവിടെ സൈഡിൽ ഹോപ്പപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് കാണാം, ഇതാണ് കൺട്രോൾ എന്ന് പറയുന്നത്, കൺട്രോളിൻ്റെ സ്വിച്ച്. ഇവിടെ സൈഡിൽ ഹോപ്പപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോളൂ. ഇവിടെ നമുക്ക് കാണാം ഓരോ സ്വിച്ചുകൾ നമുക്ക് കാണാം. ഒന്ന് പ്ലസ്, ഒന്ന് നടുക്കത്തെ സ്വിച്ച്, ഒന്ന് സൈഡിൽ മൈനസ്. ഇത് വോളിയം കൂട്ടാനും നടുക്കത്തെ പവർ ഓൺ പവർ ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിൽ വോളിയം കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് കോളിൻ്റെ ആൻസർ ബട്ടണൊക്കെ ആയിട്ട് ഈ ബട്ടൺസ് ഉപയോഗിക്കുന്നതാണ്. എല്ലാം ഇതിൽ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ നടുക്കത്തെ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് 3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ എന്ന ഓഡിയോ വരുന്നതാണ് ഈ ബ്ലൂടൂത്തിൽ സെറ്റിൽ കൂടെ. അപ്പോൾ ഇവിടെ പവർ ഓൺ ആയതിൻ്റെ സിമ്പിളാണ്. ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഓൺ ആയിട്ടുണ്ട്, ബ്ലൂവും റെഡും കത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പെയറിങ് ആവട്ടെ എന്നാണ്. പെയർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോണായിട്ടത് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ബ്ലൂ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്റ്റഡ് എന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പറയുന്നതാണ്. കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ഇതിൻ്റെ ചാർജ് എത്രയുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹോപ്പപ്പ് വോൾട്ട് കൺട്രോൾ പവർ 50% ചാർജ് ഉണ്ട്. ഇവിടെ സൈഡിൽ നമുക്ക് കാണാം, ചെറുതായിട്ട് കാണാം ഇവിടെ സ്ട്രിപ്സ് ഉള്ളത്. ഈ സ്ട്രിപ്സ് നിങ്ങൾ താഴോട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി 2 ഇടത്തും താഴ്ത്തിയാൽ ഈ വയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നീളത്തിൽ കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ. ഇതിലപ്പോൾ എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ട് അതുപോലെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഹെഡ്സെറ്റ് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് ഒരു കോൾ വരുന്നതെങ്കിൽ ആ മ്യൂസിക് തന്നെ പോസായി നമ്മൾ കോൾ ആൻസർ ചെയ്യാനുള്ള ഇതിലേക്ക് വരുന്നതാണ്. അപ്പോൾ കോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ സെൻറ്ററിലുള്ള ബട്ടൺ MFP ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, കോൾ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എൻഡ് കോൾ ചെയ്യാനായി MFP ബട്ടൺ വെൻ സ്റ്റാർട്ട്സ് ഓഫ് ആൻസറിങ് എ കോൾ MFP ബട്ടൺ പിന്നെയും ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഈ ഹെഡ്സെറ്റിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നിങ്ങൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഈ സൈഡിലുള്ള 4 ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, 2 പെയർ ആയിട്ട്. അപ്പോൾ ഇതാണത്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇടാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇത് വാറൻറ്റി കാർഡാണ് ഹോപ്പപ്പിൻ്റെ.
ഇതിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ ഇതിലുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം കസ്റ്റമർ കെയർ നമ്പറുണ്ട്. അതുപോലെ 3 മന്ത്സിൻ്റെ വാറണ്ടി നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ. അപ്പോൾ ഇത് ചാർജിങ് കേബിളാണ്. അപ്പോൾ ചാർജ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ സൈഡിലെ വട്ടം നിങ്ങൾ മൊബൈൽ ക്ലിക്ക് ചെയ്യുന്ന ചാർജർ നിങ്ങൾ കണക്റ്റ് ആക്കി നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ചുവന്ന ലൈറ്റ് തെളിയുന്നതാണ് ചാർജിങ് എന്തെങ്കിലും സിമ്പിളായിട്ട്. ഇവിടെ ചുവന്ന ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്, ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും അൺബോക്സിങ്ങും. എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ച ബാസും അതുപോലെ ഹൈ ക്വാളിറ്റി സൗണ്ടും നല്ല ബാറ്ററി ബാക്കപ്പും ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്കാക്കി ഫ്ലിപ്കാർട്ടിൽ പോയി നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള റിവ്യൂസും അൺബോക്സിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ താഴെ പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.